ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ചുരുക്കി പറഞ്ഞ നമ്മുടെ മാർക്കറ്റ് ഒരു വൃത്തികെട്ട അവസ്ഥയിൽ കൂടെ കടന്നു പോയാണ്. എന്ന് വെച്ചാൽ പിക്സ് 10 താഴെ മാർക്കറ്റിലേക്ക് വന്നു. വൃത്തികെട്ട രീതിയിൽ ഇപ്പൊ മാർക്കറ്റ് കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റിൽ ട്രേഡിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നശിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് യൂഷ്വലി ഡിസംബർ മാസം ആവുന്ന സമയത്ത് FISന്റെ ആക്ടിവിറ്റി കുറവായിരിക്കും. അത് പണ്ട് പോലെ പറയുന്നതാണ്. ഇടയ്ക്ക് ചില വർഷങ്ങൾ വന്നിട്ടുണ്ട്, നല്ല ആക്ടിവിറ്റി വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ പ്രത്യേകിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 വർഷങ്ങളായിട്ട് ഈ ഒരു FISന്റെ ആക്ടിവിറ്റി നമ്മുടെ മാർക്കറ്റിൽ കുറവാണ്. അപ്പൊ ഞാൻ ഈ FISന്റെ ആക്ടിവിറ്റി പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് FISന്റെ ആക്ടിവിറ്റി ഒക്കെ വളരെ കുറവായി നിൽക്കുന്നു. വിക്സ് 10 താഴെ വരുന്നു. ഓപ്ഷൻസിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. അതായത് ട്രേഡിങ്ങിൽ ഡിഫിക്കൽട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, വാട്ട് എവർ ക്യാപിറ്റൽ യു ഹാവ്, കീപ് ദ ക്യാപിറ്റൽ സേഫ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അഥവാ വെയിറ്റ് ഫോർ ദി ഗുഡ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമേ ട്രേഡിംഗ് നോക്കാൻ വേണ്ടി പാടുള്ളൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫെബ്രുവരി 1 ബഡ്ജറ്റ് വരെയാണ്. അപ്പം ബഡ്ജറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രീ ബഡ്ജറ്റ് മൂവ്മെന്റ് ആൻഡ് പോസ്റ്റ് ബഡ്ജറ്റ് മൂവ്മെന്റ് മാർക്കറ്റിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ വിക്സ് 10 താഴെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ട്രേഡ് എന്ത് ചെയ്യുക, ഒരു ചുട്ടി എടുത്ത് നമ്മൾ പറയില്ലേ, ടേക്ക് എ ചുട്ടി ആൻഡ് ഗോ ടു ഹോളിഡേ എന്ന് പറയും പോലെ ഒരു അവധി എടുത്ത് നിങ്ങൾ ഹോളിഡേ എൻജോയ് ചെയ്യാൻ പോവുക ഫ്രം ദി മാർക്കറ്റ്. അതായത് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ അല്ല, പകരം ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഇതിന്ന് ഒരു അവധി എടുത്ത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാനും ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ഇപ്പം വരാവുന്ന ഒരു 10-12 ദിവസത്തേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് വിക്സ് 10 താഴെ നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ ഒരു ഓപ്ഷൻ ബയർ എന്ന നിലയിൽ വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വാട്ട് എവർ യു ലെഫ്റ്റ് വിത്ത് ദ ക്യാപിറ്റൽ, കീപ് ഇറ്റ് ദ ക്യാപിറ്റൽ സേഫ്. കയ്യിലുള്ളതിനെ കളയാതെ സൂക്ഷിക്കുക. ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരും, നിങ്ങൾക്ക് ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, ബട്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദി കമ്മിങ് ഡേയ്സ്. ഈ ഒരു 10-12 ദിവസത്തേക്ക് ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡിസംബർ ഇത് സൂക്ഷിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തത്, എൻ്റെ മെന്ററിങ്ങിന്റെ ബാച്ച് ഈ വരാൻ പോകുന്ന 22-ാം തീയതി തുടങ്ങുന്നു. നല്ല സമയമാണ്, കാരണം മാർക്കറ്റിൽ മൂവ്മെന്റ് ഒന്നുമില്ല. നമുക്ക് പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എക്സ്പ്ലോഷർ ചെയ്യാനും സിസ്റ്റത്തിനെ ഒന്ന് അറിയാനും ഒക്കെ നല്ല ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുമെങ്കിൽ വെൻ മാർക്കറ്റ് ഫേവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഐഡിയലായിട്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്ത് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ്. സോ ഇതിനാകപ്പാടെ ഇനി 6 സീറ്റ് ഒന്നേ വേക്കൻ്റ് ഉള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തമ്പലയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ഡിസംബർ 22 എന്ന് പറഞ്ഞ ആ ഒരു വീക്കിൽ മൈ ക്ലാസ് വിൽ സ്റ്റാർട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം മനസ്സിലുണ്ട്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ. സോ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിഫ്റ്റി അല്ല, നമുക്ക് ആദ്യം മിഡ് ക്യാപ്പിനെ കുറിച്ച് വരാം. മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഇന്നലത്തെ POCയുടെ ഭാഗത്തൊക്കെ ആശാൻ ഓപ്പൺ ചെയ്തതിനു ശേഷം മോളോട് കയറാൻ നോക്കി, താഴേക്ക് ഇറങ്ങി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ. പ്ലസ് നമ്മളെ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് 11 ഡിസംബറിൽ മാർക്കറ്റ് കയറിപ്പോയി, അവിടുന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പ് 14,000 വരെ പോയ, അടുപ്പിച്ച് വരെ പോയ 13,920 വരെ പോയ ആ ഒരു പ്രൊഫൈലിന്റെ വാല്യൂ ഏരിയ ലോ 13,634 ഭാഗത്തൊക്കെ സപ്പോർട്ട് എടുത്ത് അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ മിഡ് ക്യാപ്പ് ഒരു 104 പോയിന്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അപ്പം ഇന്നലത്തെ വെച്ച് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC വന്നിരിക്കുന്നത് 13,684 ഭാഗത്തേക്ക് POC ഉണ്ട്. സോ ഞാൻ ആദ്യം ഒന്ന് ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 13,684 അവിടെ POC. സോ മിഡ് ക്യാപ്പ് കുറച്ചു സെല്ലിങ് പ്രഷർ മിഡ് ക്യാപ്പിലുണ്ട്. 13,900 ഭാഗത്തെ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിന്റെ പ്രഷർ ഞാൻ കാണുന്നുണ്ട്. സോ തിരിച്ച് മാർക്കറ്റ് 13,900 ഭാഗത്ത് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. സോ 13,684 ഞാൻ POC വന്നിരിക്കണം. ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്യാം. 13,684 POC വെച്ചു. ഇനി നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് 13,617 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ്
13,617 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഏതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. സോ 13,617 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ബി പീരീഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ 13,565 ഭാഗത്തേക്ക് വരാം. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,565 ഭാഗത്തേക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 13,565 ഭാഗത്തേക്ക് വരും. സോ ഇനി അടുത്ത താഴെ നിൽക്കുമ്പോൾ ഇതാണ് 13,520 ഭാഗത്തേക്ക്. എത്രയാണ്? 13,520 ഭാഗത്തേക്ക് ഒരു റിവേഴ്സൽ വരാം. സോ സെക്കൻഡറി ടാർഗറ്റ് എന്ന നിലയിൽ 13,520 ഭാഗത്തേക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്തു. 520 ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഈ 520 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ബി പീരീഡ്, അതായത് നമ്മൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത 9 ഡിസംബറിന്റെ ബി പീരീഡിന്റെ ലോ ആയ 13,494 അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടന്റ് പഴയ ഏരിയ 400, ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13,482 തേർഡ് ടാർഗറ്റ് നമ്മൾ അടുത്താണ്. 13,482 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരും. ചുരുക്കി പറഞ്ഞാൽ 13,617 പൊട്ടുകയാണെങ്കിൽ 13,565, 13,520, 13,482 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാം. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റഫറൻസ്. ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി ബുള്ളിഷ് ഞാൻ എടുക്കുന്നത് 13,786 അല്ലെങ്കിൽ 13,760 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. സോ 13,760 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ ബൈയിങ് എന്ന് പറയുമ്പോൾ ഈ പി പീരീഡ് ലോ ആയ 13,804 ഭാഗത്തേക്ക് പോവാം. എത്രയാണ്? 13,800 ഭാഗത്തേക്ക് പോവാം. ആ ഒരു 40 പോയിന്റ്സ് കിട്ടാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് പോവാം. എത്രയാണ്? 13,852 ഭാഗത്തേക്ക് പോവാം. 13,852 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,900 ഭാഗത്തേക്ക് പോവാം. ഈ 13,900 ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ നിങ്ങളൊരു സെല്ലിങ്ങിന്റെ റിവേഴ്സൽ പൊസിഷനെ കുറിച്ച് ചിന്തിച്ചാൽ, സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള അപ്പ് സൈഡ് ആൻഡ് ലോവർ സൈഡ് റെഫറൻസ് ലെവൽ ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതനുസരിച്ച് മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് പറയേണ്ടത് അടുത്തത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത് പോവാം. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇന്നും ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലൊക്കെയാണ്. ചെറിയൊരു എക്സെഷൻ താഴേക്ക് ഉണ്ടെങ്കിൽ കൂടി ഇന്നലെയും ബി ഷേപ്ഡ് പ്രൊഫൈൽ, ഇന്നും ബി ഷേപ്ഡ് പ്രൊഫൈൽ, ബാക്ക് ടു ബാക്ക് ബി ഷേപ്ഡ് പ്രൊഫൈൽ. അത് കൂടാതെ ഈ 58,786 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 58,786 എന്ന് പറഞ്ഞ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റി ഒരു ബെയറിഷ് റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 58,786 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു. ആ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാം ബാങ്ക് നിഫ്റ്റിയിൽ? ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ 786 മുകളിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ് 58,646 ഭാഗത്തേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് 58,646 ഭാഗത്തേക്ക് വരാം, 42 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടുത്തത് 58,524 ഭാഗത്തേക്ക്, 58,524 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ 58,390, അതാണ് 58,391 ഭാഗത്തേക്ക്. വേറൊരു കാര്യം പറയാനുള്ളത്, ബാങ്ക് നിഫ്റ്റിയിൽ 58,786 പൊട്ടുന്നത് അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്ത് വന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ, ഇന്ന് വന്ന് റിവേഴ്സ് ചെയ്തതല്ല, റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി 58,700-നും 59,600 റേഞ്ചിനകത്താണ് ബാങ്ക് നിഫ്റ്റി സ്പോട്ട് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മാർക്കറ്റ് ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്ത് പോകാനുള്ള ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് ബെയറിഷ് റെഫറൻസ് പൊട്ടിയെന്ന് ചാടി കയറി പൊസിഷൻ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ വെക്കില്ല. ദയവ് ചെയ്ത് ഓർക്കുക, ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം ട്രേഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. മാർക്കറ്റിലെ ക്യാപിറ്റൽ അടക്കാണ്. എല്ലാ ദിവസവും വന്ന് ഹാജർ ബുക്ക് വയ്ക്കേണ്ട ഒരു ആവശ്യവും മാർക്കറ്റ് പറയുന്നില്ല. സോ ഇഫ് യു വാണ്ട് ടു ടേക്ക് ദ ലീവ് ഫ്രം ദ മാർക്കറ്റ്, തിരിച്ച് മാർക്കറ്റ് വിക്സ് ഒരു 11 മോഡലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് മാത്രം മാർക്കറ്റിലേക്ക് വന്നാൽ മാത്രം മതി. ഇന്നത്തെ പി ഒ സി നിൽക്കുന്നത് 51, ബാക്ക് ടു ബാക്ക് ബി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയും ഷോർട്ട് ബിൽഡപ്പ് ആവുന്നു, ഇവിടെയും ഷോർട്ട് ബിൽഡപ്പ് ആവുന്നു. പി ഒ സി 58,955 ഭാഗത്താണ്, 995, 58,946 ഭാഗത്താണ് നിൽക്കുന്നത്. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു. ബുള്ളിഷ് റെഫറൻസ് 59,155 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. 59,155 ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 59,700
155 അപ്പൊ 59,265 ഹാഫ് ബാക്ക് ഇന്നലത്തെ സിംഗിൾസിന്റെ ഹാഫ് ബാക്ക് 265 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സിംഗിൾ പ്രിന്റ് 59,390 ആ ഒരു സിംഗിൾ പ്രിന്റ് ഹൈ 59,390 ഭാഗത്തേക്ക് പോവാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 59,457. അപ്പൊ തേർഡ് ടാർഗറ്റ് തമ്മിൽ വളരെ വ്യത്യാസമൊന്നുമില്ല. 59,459 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞ 59,155 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,390 59,459 പറഞ്ഞ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ബാക്ക് ടു ബാക്ക് ബി ഷേപ്ഡ് പ്രൊഫൈൽ ആയതുകൊണ്ട് സെല്ലേഴ്സിന്റെ കൺട്രോളാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ 153ക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 59,458 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നിഫ്റ്റി ഇന്നലെ ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ, ഒരു സ്മോൾ ബി എന്നൊക്കെ വേണം പറയാം. ഇന്നും ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് തന്നു, പക്ഷേ പ്രൊഫൈലിന്റെ ഷേപ്പ് ഒന്ന് ബി ഉണ്ട്. അതുകൂടാതെ എ പിയുടെ സിംഗിൾ പ്രിന്റ് അപ്സൈഡ് നിൽക്കുന്നുണ്ട്. സെല്ലിങ്ങിന്റെ പ്രഷർ ഇന്നലെ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയെ പോലെ, ഇന്നും നിഫ്റ്റിക്കുണ്ട്. സോ നിഫ്റ്റിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ ആദ്യം നിഫ്റ്റിയിലെ പി ഒസ് എന്ന് മാർക്ക് ചെയ്യും. നിഫ്റ്റിയുടെ പി ഒസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഈ റഫറൻസ് ലെവലിനൊക്കെ താഴേക്ക് ഒന്ന് ചവിട്ടി കൊണ്ടുവന്നിട്ട് ബാക്കി എല്ലാം വരയ്ക്കാം. സോ നിഫ്റ്റിയുടെ പി ഒസ് എന്ന് പറയുമ്പോൾ പി ഒസ് നിൽക്കുന്നത് 25,806 ഭാഗത്തുണ്ട്. 25,750 നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് സപ്പോർട്ടാണ്. അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. സോ 25,760 താഴെ അല്ലെങ്കിൽ 25,750 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച്, ഇത്രയാണ് 25,750 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 25,700 എന്ന് പറയുന്ന നമ്പറിലേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,645 ഭാഗത്തേക്ക് പോവാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,600 ഭാഗത്ത് 25,600 ഭാഗത്തേക്ക് പോകും. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഡൗൺവേർഡ് റെഫറൻസ് ലെവലുകൾ. ഇനി അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഈ 25,923 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. ഇനി 25,923 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 25,963 ഭാഗത്തേക്ക് പോകും. അത്രയാണ് 25,963 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 26,000 റൗണ്ട് നമ്പർ 26,000 ഭാഗത്ത് 26,000 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗത്തേക്ക് പോകാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 26,044 ഭാഗത്തേക്ക്, എത്ര 26,044, അതായത് ഈ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർത്തുള്ള ഈ 25,923 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്ഷൻ, അതായത് 26,019-20 ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. സോ ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ അപ്സൈഡ് ഡൗൺ സൈഡ് റെഫറൽ ലെവൽസ്. സോ കൃത്യമായിട്ട് ചാർട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഞാൻ റെഫറൻസ് ലെവൽ പൊട്ടി എന്ന് പറയുന്നത് കൊണ്ട് ചാടിക്കൊരു ട്രേഡ് എടുക്കല്ല. ദയവേത് വോളിയം കുറവാണ് മാർക്കറ്റിൽ, ദയവായത് വോളിയം കുറവാണ്. സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ കണ്ടിന്യൂസ് മൾട്ടിപ്പിൾ ടൈംസ് അടിക്കാം. സോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്ന് ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അനാവശ്യമായിട്ട് ട്രേഡ് എടുത്തിട്ട് ലോസ് ആയി എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന സംഗതി ആയതുകൊണ്ട് ഓർത്ത് കളിച്ചാൽ നന്നായി കളിക്കാം. എല്ലാവരും വീഡിയോ കാണുക. മെന്ററിങ്ങിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 6 സീറ്റ് ബാക്കിയുണ്ട്, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കാൻ എന്തെങ്കിലും ഒരു മെന്ററുടെ കീഴിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.